बहुत ऊपर है भाई। पैर दर्द हो जाता है आदमी का चढ़ के ऊपर नीचे उतर के। तुम क्यों लेके आया मुझे इधर? മുസീബത്ത് ബനായ. അപ്പൊ ചെങ്ങന്മാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജബൽ ഹഫീദ് മാത്രമല്ല കണ്ടിട്ടുള്ളൂ ചെങ്ങന്മാർ, അല്ലെങ്കിൽ വേറെ സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 വർഷം മുമ്പ് അവിടെ ഹോട്ടൽ ചെയ്യുന്നു. പിന്നെ എന്തോ കാരണത്താൽ അങ്ങനെ ഹോട്ടൽ ഒഴിവാക്കുകയും പിന്നെ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റിയ ഏരിയയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സനയെ മൊത്തം കാണാം, അല്ലെങ്കിൽ ഏകദേശം സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയ ഏരിയ കേട്ടോ. അടിപൊളി തണുത്ത ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഞങ്ങൾ രാവിലെ ഒരു 8 മണി പോയപ്പോഴും അടിപൊളി തണുത്ത കാറ്റാണ് അവിടെ വന്നിട്ടുള്ളത്. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരട്ടം പോകേണ്ട കാര്യങ്ങൾ 150 സ്റ്റെപ്പ് കയറാണ്. ഇനി സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അപ്പുറത്ത് വണ്ടി പോണ സ്ഥലമുണ്ട്, അവിടെ ബ്ലോക്കാക്കി വണ്ടി പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ മേൽക്ക് കയറി ചെല്ലാം. അങ്ങനെ 150 സ്റ്റെപ്പ് കയറി മേൽക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേന് ഏകദേശം ഏരിയയിലൊക്കെ കാണാട്ടോ. അല്ലേന് സനയെ മൊത്തമായിട്ട് കാണാം. അതേപോലെ അതിൻ്റെ അടുത്തൊരു സ്റ്റേഡിയം ഉണ്ട്, അതേപോലെ റീമി മാള്, അതേപോലെ ഇത്തിസ്ലാത്തിന്റെ ടവർ, അങ്ങനെ കൂടി ജഗ പുകയായിട്ട് അവിടെ കാണാൻ പറ്റിയ ഏരിയ. ഒരു വട്ടം പോകേണ്ട കാര്യങ്ങൾ. അതേപോലെ മേലെ അവിടെ ചിക്കൻ ചുട്ടേന്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. രാത്രി അതേപോലെ പോവുകയാണെങ്കിൽ നല്ല കാറ്റിൽ നല്ല തണുപ്പിൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തണുപ്പ് കാലത്തിലേക്ക് പോവുകയാണ്. തണുപ്പ് വരാൻ പോവാണ് ചെങ്ങന്മാർ. അടുത്ത ഡിസംബർ ജനുവരി ഒക്കെ ആയി കഴിഞ്ഞാൽ തണുപ്പോടെ കാലിൽ ഞങ്ങൾ രാവിലെ പോയപ്പോൾ ഫുൾ അവിടെ ഓടണ ചാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കണ്ടമാനം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അടിപൊളി ക്ലൈമറ്റാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഏരിയ. രാവിലെ പോയി സൺലൈറ്റിലൊക്കെ അടിപൊളി ഫോട്ടോ എടുക്കുക. അതുപോലെ വൈകുന്നേരമൊക്കെ പോയാലും സൺലൈറ്റിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയാണ്. പിന്നെ അതേപോലെ മേലേക്ക് കയറി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് കുപ്പിവെള്ളം കൊണ്ടുപോയിക്കോളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കതുക്കും. പിന്നെ അതേപോലെ ഇത് ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞുതരാം. നമ്മളെ റീമിമാളിന്റെ ഇത്തിസ്ലാത്തിനും സിഗ്നലിന് യൂട്ട് അടിച്ചിട്ട് 4ാമത്തെ കട്ട് റേറ്റ് കയറിയ പാട് അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത 150. അപ്പം അവിടെ നിന്ന് തന്നെ റിമ്മ സിഗ്നൽ കഴിഞ്ഞ പാട് തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ലൊക്കേഷൻ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മുടെ സരോജ് റോഡും സനേ റോഡിന്റെ സെന്ററിലാണ് ഈ സംഭവം വരുന്നത്. അവിടെ നേരെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് അലുവ, കോഴിക്കോട് മുട്ടായി, മരിക്കടകൾ നിങ്ങൾക്ക് വേണോ? പാകിസ്ഥാൻ മുട്ടായികൾ ഉണ്ട്, അടിപൊളി മുട്ടായികൾ. ഇതൊക്കെ നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്ത സംഭവമാണ്. ഇത് സനയിലാണ് ലൊക്കേഷൻ വരുന്നത്. കറക്റ്റ് പോയി കേട്ടിട്ടുണ്ടെങ്കിൽ ഫുഡ് അവിടുത്തെ കുഴപ്പമില്ല, നോർമലാണ്. എന്താ വെച്ചാൽ അവരെ പാകിസ്ഥാൻ ശൈലിയിലാണ് അവിടുത്തെ ഫുഡ് ശൈലി ഉള്ളത്. അപ്പൊ നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടുത്തെ മുട്ടായികൾ സീന സാധനങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്യണതാണ്. ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മുട്ടായികളാട്ടോ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കഴിച്ചോളി. അടിപൊളി മുട്ടായാണ്. ഇത് പ്രൊമോഷൻ ചെയ്യുന്നില്ല. ഇത് അവിടെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒന്നെടുത്ത വീഡിയോ ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പാകിസ്ഥാനത്തെ എല്ലാ മുട്ടായികളുണ്ട്. പിന്നെ മധുരം അത്യാവശ്യം ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ തിന്നുന്ന ആൾക്കാരാണ്. അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, പോയി കഴിച്ചോളൂ. പിന്നെ അതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം അവർക്ക് മുട്ടായി, അതേമാതിരി അവർക്കും പിന്നെയും നമുക്ക് മുട്ടായി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. തൂക്കത്തിനാണ് സാധനം കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാത്തുക. ഓക്കെ, ബൈ.